അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചരിത്ര പ്രസിദ്ധമായ മദീനയിലാട്ടോ. മാഷാ അല്ലാ, മദീന യാത്രയിൽ ഇന്ന് ഞാൻ പോകുന്നത് ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുൽ ഖുബയിലോട്ടാട്ടോ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച മദീനയിലെ ആദ്യ പള്ളിയാണ് മസ്ജിദുൽ ഖുബ. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയ്ക്കിടയിൽ സൗർ ഗുഹയിൽ അഭയം തേടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒരു റബീഉൽ അവ്വൽ ആദ്യത്തിൽ വ്യാഴാഴ്ച അവിടെ നിന്ന് പുറപ്പെട്ടു. വിവരമറിഞ്ഞ മദീനക്കാർ പ്രവാചകരുടെ ആഗമനം പ്രതീക്ഷിച്ച് എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ മദീന തെരുവുകളിൽ ആളുകൾ കാത്തു നിൽക്കാൻ തുടങ്ങി. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ളുഹറിനോടടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലെത്തി. ഈത്തപ്പനയുടെ മുകളിൽ നിന്ന് ഒരു ജൂതനാണ് കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് ആദ്യം കണ്ടത്. മദീനയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള കുബ എന്ന ഗ്രാമത്തിൽ കുൽസൂബിനു ഐസമിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ താമസിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ സ്വഹാബികൾ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. ഹിജ്റയ്ക്ക് ശേഷം ആദ്യം നിർമ്മിച്ച പള്ളിയാണ് കേട്ടോ മസ്ജിദുൽ ഖുബ. അതാണ് കേട്ടോ ഈ ഒരു പള്ളി. ആരെങ്കിലും വുളു എടുത്ത് മസ്ജിദുൽ ഖുബയിൽ നിന്ന് നിസ്കരിച്ചാൽ അവനൊരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ മസ്ജിദുൽ ഖുബയിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എല്ലാവർക്കും ഇവിടെ വരാൻ ഇവിടെ നിസ്കരിക്കാനൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അത്രമാത്രം പുണ്യമുള്ള പള്ളിയാണ് കേട്ടോ മസ്ജിദുൽ ഖുബ എന്ന പള്ളി. അത്രത്തോളം നബിയോട് അടുപ്പമുള്ള ഒരു പള്ളിയാണ് കേട്ടോ മസ്ജിദുൽ ഖുബ. മുത്തുനബി നിർമ്മിച്ച മദീനയിലെ ആദ്യ പള്ളി കൂടിയാണ് മസ്ജിദുൽ ഖുബ എന്നൊരു പള്ളി കേട്ടോ. കാരക്കയും മറ്റും ഉണക്കാനിട്ടിരുന്ന ഒരു ഉയർന്ന തരിശു ഭൂമിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിന് ശേഷം ആദ്യമായി കാൽ കുത്തിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പള്ളി വേണമെന്ന് ഇവിടെയുള്ള ആളുകളും ഗോത്രക്കാരും ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇവിടെ നിർമ്മിച്ച ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖുബ. ഈ പള്ളി നിർമ്മിച്ചതിന് ശേഷം എല്ലാ ശനിയാഴ്ചയും മുത്തുനബി മദീനയിൽ നിന്ന് കാൽനടയായും ഒട്ടകത്തിന് പുറത്തും വാഹനത്തിലല്ലാതെയും ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഖുബയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ഈ പള്ളി പുതുക്കി നിർമ്മിച്ചതിന് ശേഷം ഇവിടെ ഒരുപാട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഗാർഡനുകളും അതുപോലെ നമ്മളെ സ്ത്രീകൾക്ക് വുളു എടുക്കാനുള്ള സ്ഥലവും അതുപോലെ പുരുഷന്മാർക്ക് വുളു എടുക്കാനുള്ള സ്ഥലവും പിന്നെ ടോയ്ലറ്റും അതുപോലെ നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെയും ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കാണാൻ കേട്ടോ. മദീനയിൽ വരുന്ന ആരും മസ്ജിദുൽ ഖുബയിൽ കയറാതെ പോകരുത് കേട്ടോ. കാരണം അത്രയും കാണാൻ ഇവിടെ ഉണ്ട്. അത്രയും ഭംഗിയുള്ള അത്രയും രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ, മാഷാ അല്ലാ, എനിക്കിവിടെ വരാൻ പറ്റി. അതാണ് നമ്മളെ മസ്ജിദുൽ ഖുബ പള്ളി വരുന്നത്. നിസ്കരിക്കുന്ന ആ ഒരു ഭാഗത്താട്ടോ അത്. ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ അതിലേറെ പ്രതിഫലം ഉണ്ട് കേട്ടോ. അള്ളാഹു എല്ലാവർക്കും ഇവിടെ എത്താനും 2 റക്അത്ത് നിസ്കരിക്കാനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തന്നതാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി നമ്മളെ കൊണ്ടൊരു നല്ലൊരു സംഭവം എല്ലാവർക്കും ഒരു ഉപയോഗം ഉണ്ടാകുന്നത് നമുക്കത് സന്തോഷമുള്ള ഒരു നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചരിത്രം പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊരു ചരിത്രം ഞാൻ പറഞ്ഞു തന്നതാണ്, മസ്ജിദുൽ ഖുബയിലെ ചരിത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ഈത്തപ്പന മരങ്ങളൊക്കെ കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു എല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ ഈ ചരിത്രം നിങ്ങൾ എങ്ങനെയുണ്ട്, നല്ലൊരു ചരിത്രമല്ലേ. അപ്പം മസ്ജിദുൽ ഖുബൈനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പം പിന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ, കാരണം അത് കാണാൻ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർക്ക് കണ്ടൂടെ. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.